ഇനി നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. കേരള സ്റ്റോറി 2 ട്രെയിലർ പുറത്ത്. കാമാഖ്യ നാരായണൻ സിംഗ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത്തവണ കേരളത്തിന് പുറമെ രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പെൺകുട്ടികളുടെ കഥയാണ് ചിത്രം പറയുന്നത്. 25 വർഷം കഴിഞ്ഞാൽ കേരളം ഇസ്ലാമിക രാജ്യമാകുമെന്നാണ് ട്രെയിലറിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. अबे 3 लड़कियां और लानी है, वसूली कर बोल. നിവിൻ പോളിയെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ടൈറ്റിലും ട്രെയിലറും പുറത്തിറങ്ങി. പ്രതിഛായ എന്നാണ് ചിത്രത്തിന്റെ പേര്. കൊച്ചിയിൽ നടന്ന ലോഞ്ചിലാണ് ടൈറ്റിലും ട്രെയിലറും പുറത്തിറക്കിയത്. സിനിമാ ജീവിതത്തിന്റെ 50-ാം വർഷത്തിൽ ബാലചന്ദ്ര മേനോൻ അതിശക്തമായ കഥാപാത്രമായി തിരിച്ചെത്തുന്നു എന്നതും ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. ഷറഫുദ്ദീൻ, ഹരിശ്രീ അശോകൻ, മണിയൻപിള്ള രാജു, നീതു കൃഷ്ണ, ആൻ അഗസ്റ്റിൻ, സബിത ആനന്ദ്, വിഷ്ണു അഗസ്ത്യ, നിശാന്ത് സാഗർ തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. മന്ത്രിസഭാ ഫോർമേഷനിൽ പല ഇക്വേഷൻസും ഉണ്ട്. ജാതി, മതം, നിർണായക ശക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ പലതിൻ്റെയും മുകളിലാണ് ഞങ്ങളെല്ലാം കസേരയും വലിച്ചിട്ടിരിക്കുന്നത്. മാർക്കറ്റിന് ഡിമാൻഡ് അനുസരിച്ച് വിഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നതും തകർക്കുന്നതും നിങ്ങളാണ്. വർഗീസേ, 2 സീറ്റ് ഭൂരിപക്ഷത്തിന്റെ നെഗളിപ്പിന് ഒരു മര്യാദയൊക്കെ വേണം കേട്ടോ. പിന്നെ കറപ്ഷനായിട്ട് ബന്ധമില്ലാത്തൊരു ആളാണല്ലോ. ഞാൻ ഇന്ന് വീഴുമെന്ന പരക്കെ പറച്ചിൽ. നടൻ മൻരാജ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വവ്വാൽ എന്ന ചിത്രത്തിലെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങി. കരുവണൻ എന്ന കഥാപാത്രത്തെയാണ് താരം ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഷഹ്മോൻ ബി പറേലി കഥയും തിരക്കഥയും നിർവഹിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മകരന്ദ് ദേശ് പാണ്ഡെ, അഭിമന്യു സിംഗ്, മുത്തുകുമാർ, ലെവിൻ സൈമൺ ജോസഫ്, ലക്ഷ്മി ചപ്പോക്കർ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം മസ്തിഷ്ക മരണം സൈമൺസ് മെമ്മറിയിലെ ആദ്യ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങി. ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത് ജഗദീഷ്, സുരേഷ് കൃഷ്ണ എന്നിവരുടെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പോസ്റ്ററാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. പ്രവീൺ ശശാങ്ക് എന്ന കഥാപാത്രമായി ജഗദീഷ് എത്തുമ്പോൾ ചാർലി എന്ന പേരുള്ള കഥാപാത്രമായാണ് സുരേഷ് കൃഷ്ണ അഭിനയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 27-നാണ് ചിത്രം ആഗോളതലത്തിൽ തിയേറ്ററുകളിലെത്തുക. അജിത് വിനായക് ഫിലിംസിന്റെ ബാനറിൽ വിനായക് അജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത്.